സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന്. ഫെബ്രുവരി 28 പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ഇവിടെ വോയിഡ് മൂണാണ്, ഡു നത്തിങ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ടാണ് ഇന്ന് നിങ്ങളുടെ എനർജി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത്, കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നതും നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ആയിരിക്കും ഒത്തിരി കാര്യങ്ങൾ കൂടിക്കിടക്കുന്നുണ്ട്, ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ക്ലിയറിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എനർജി, പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടെ ക്ലിയർ ആക്കി നിർത്താനായിട്ട് ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സെലിബ്രേഷൻ വന്നിട്ട് പാസ്റ്റിൽ എന്തെങ്കിലും എനർജീസ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഹാർമണി നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. അതും ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ആൻസർ കൊടുക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, റിയാക്ഷന് പകരമായിട്ട് എടുത്തു ചാടി ആൻസർ കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചൊന്ന് ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, കറക്റ്റായിട്ട് എന്താണോ പറയേണ്ടത് ചുരുക്കി അത് പറയാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, ടാരോട്ട് കാർഡ്സ് നോക്കാം. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഒത്തിരി ഹാപ്പി എനർജി, ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിറ്റീവ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കമ്പാഷൻ, ഒത്തിരി ഹീലിംഗ് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നൽകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സണ്ണിൻ്റെ എനർജി, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എടുത്തു ചാടി പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ആങ്കർ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പ്രൊട്ടക്ഷനാണ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ത് കാര്യങ്ങളാണ് പറയുന്നത്, എന്ത് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, അതെല്ലാം കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാദറിന് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ്, ആ ഒരു വ്യക്തിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. ഓവറോൾ വന്നിട്ട് നിങ്ങളുടെ ചുറ്റും എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ചിട്ട് കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുന്നത്, ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. താങ്ക് യു. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നല്ല നല്ല കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഫ്രൂട്ട്സ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ടീച്ചേഴ്സിൻ്റെ എനർജി, അല്ലെങ്കിൽ ഒത്തിരി നോളേജ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം, അത് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതാണ്. താങ്ക് യു. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എന്തെങ്കിലും ന്യൂ എനർജി, ന്യൂ പാഷൻ വരുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും അവസരം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് പേര് എന്തെങ്കിലും റിസ്ക് എടുക്കുന്നുണ്ടാകാം, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസവുമായിരിക്കും. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ഒത്തിരി പോസിറ്റീവ് എനർജി ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പി മൂമെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് മഹാലക്ഷ്മിയുടെ എനർജി, മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് സ്പിരിച്വൽ പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. അതും ഒത്തിരി ഹീലിംഗ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ആൻസിസ്ട്രൽ ഹീലിംഗ് ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന്. ഫെബ്രുവരി 28 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജി എന്താണ്? പായൽ നമ്പർ 2. പേഷ്യൻസ്. ഇന്നത്തെ ദിവസം പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാര്യങ്ങളെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും മിസ്റ്ററി ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടാകാം. ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ കുറച്ചൊരു സമാധാനത്തോടു കൂടി പേഷ്യൻസോടു കൂടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാക്ടസിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫുഡ് വഴിയായിരിക്കാം, പ്ലാന്റ്സ് വഴിയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജീസ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടും കുറച്ചൊരു പ്രിക്കോഷൻ എടുക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 2 ലവേഴ്സിൻ്റെ എനർജി. ഒത്തിരി പാഷൻ, ഒത്തിരി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, റിലേഷൻഷിപ്പിൽ പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഷോർട്ട് ട്രിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ചെറിയ ചെറിയ പ്രൊജക്ട്സ് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. കുറച്ചും കൂടെ കാര്യങ്ങളെ സ്പിരിച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, ആത്മീയമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പൊസസീവ്നെസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ആയിരിക്കാം, അത് കുറച്ച് പേർക്ക് ക്ലിയർ ആകുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഹീലിങ്ങും സംഭവിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയും വരുന്നുണ്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട്. എഗെയിൻ പേഷ്യൻസ് ആണ് കാണിക്കുന്നത്. പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഡിസിഷൻ എടുക്കുമ്പോഴായിരിക്കാം, എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ റൂട്ട്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ആൻസിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്പിരിച്വലി നിങ്ങൾക്ക് എഗെയിൻ നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് എന്തെങ്കിലും എനർജി സർഫസ് ലെവലിലോട്ട് വരുന്നുണ്ടാകാം, പൊങ്ങി വരുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. 7 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് നടത്തുന്നത് ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജി ആയിരിക്കാം. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നതും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ 7 ഓഫ് സോഡ്സ് വന്നിട്ട് ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും അവിടെ കുറച്ചൊരു സ്ട്രക്ചർ, ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട്, ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. താങ്ക് യു. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ,
പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ, അതിലോട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. താങ്ക് യു. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വിഷമിക്കുന്ന എനർജി, എന്തെങ്കിലും സോറോ, അവർക്ക് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് ഒരു ഗൈഡൻസ് നൽകാനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. 4 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ ഫാമിലി, ഹോമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വേൾഡാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി, അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്തിട്ട്, ഡാൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ക്രിയേറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടെമ്പററി സിറ്റുവേഷൻ, എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലോട്ട്, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻസ്, ആൻസേഴ്സ് ലഭിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേര് എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പാസ്റ്റിലെടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ, അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. അതും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.